ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വണ്ടിക്ക് എന്താ കംപ്ലൈൻറ്റ് എന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടിൻ്റെ അടുത്തേക്ക് പോകാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ നമുക്ക് പണി കിട്ടിയിട്ടുള്ളത് ഇതാകണ ആക്സിലേറ്റർ കേബിളിനാട്ടോ. ഇങ്ങനെ കൊടുത്താൽ ഇതാ ഇങ്ങനെ നിൽക്കും, പിന്നെ ഇങ്ങോട്ട് ബാക്കൊക്കെ തിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ പോവും, ഒന്നായിട്ട് വണ്ടി ഒന്നായിട്ടാണ് പോവും. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിളിനാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഗായ്സ്, അങ്ങനെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുളിക്കണം, കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഷോറൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ എൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനിതാക്കണ് നേരെ ഷോറൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് ഇപ്പോൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. കാരണം ഞാൻ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, നല്ലപോലെ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇതാക്കണ ഇവിടെ സർവീസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഇപ്പോൾ ഇതാക്കണ ഓട്ടോയിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോരുന്ന വഴി ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാക്കണ് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കെയർ ബേക്കറിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതാക്കണ് കെയർ ബേക്കറിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാക്കണ് ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഷവർമയും അതുപോലെ ഒരു ജ്യൂസും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതാക്കണ ഇപ്പോൾ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഷവർമ ഇതാക്കണ ഞാനിതാ സോസിലൊക്കെ മുക്കിതാ അങ്ങനെ ഷവർമ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ്. നമ്മളെ ജ്യൂസ് ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ, ജ്യൂസ് എത്താൻ വേഗം എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷവർമ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. സീറ്റ് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം, കാരണം നല്ല തിരക്കാണ്. വിശാലമായ ഹാളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും നല്ല തിരക്കേക്കാറ് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ ഇവിടെ ഇങ്ങനെ ഷവർമ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷവർമ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇതാക്കണ നമ്മളെ സ്ട്രോബറിന്റെ ജ്യൂസ് എത്തിയത് കേട്ടോ. ഞാൻ സ്ട്രോബറിന്റെ ജ്യൂസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെ ഷവർമ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാക്കണ ഞാനിങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജ്യൂസ് നല്ല രസമാണ് കേട്ടോ, സ്ട്രോബറിന്റെ ജ്യൂസ്. ഇവിടുത്തെ സ്ട്രോബറിന്റെ ജ്യൂസ് നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും സ്ട്രോബറിന്റെ ജ്യൂസാണ് കുടിക്കാറ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ഷവർമ കഴിക്കൽ കഴിഞ്ഞു, അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കലും കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇപ്പം അതാക്കണ് നേരെ പിന്നെ ഞാൻ നേരെ വന്നത് ഇന്ത്യൻ മാളിലേക്കാണ് കേട്ടോ. ഇന്ത്യൻ മാളിൽ വന്നപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ, അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി, കാരണം വൈകിട്ട് നമ്മളെ വണ്ടി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ കുറച്ച് നേരം മൊബൈൽ മേലൊക്കെ കളിച്ച് ഇതാക്കണ ഇങ്ങനെ ഇരിക്കണ്. അപ്പോഴാണ് നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ വന്നു കേട്ടോ, നമ്മളെ അറിയുന്ന ഒരാളൊക്കെ വന്നത്. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഏതായാലും വൈകിട്ടാണല്ലോ നമുക്ക് വണ്ടി കിട്ടുക, അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി വരാനുള്ള സമയമില്ല, കാരണം ഉച്ച സമയമായിട്ടുണ്ട്. 5 മണിയാവുമ്പോൾ നമുക്ക് വണ്ടി കിട്ടുകയും ചെയ്യും. അങ്ങനെ നാട്ടുകാരനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നീട് പുള്ളിക്കാരൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്, എന്നെ കണ്ടപ്പോൾ കുറച്ച് നേരം സംസാരിച്ചതാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരന്റെ സമയം കുറേ പോയിട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ പോയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കാണാമെന്ന് കരുതി ഇവിടെ ഇതാക്കണ ഗെയിമിംഗ് സെക്ഷന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കണ 2 കുട്ടികൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നുട്ടോ. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേരെ ഷോറൂമിൽ നിന്ന് ഫോൺ വിളി വന്നിട്ടോ, വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇതാക്കണ ഇപ്പോൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഷോറൂമിലെത്തിക്കാണ്ട് ഇതാക്കണ ഇപ്പോൾ ഇങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വണ്ടി ഇതാക്കണ വാട്ടർ സർവീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാക്കണ വെയിറ്റിംഗ് ഏരിയയിൽ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ വണ്ടി നല്ല സുന്ദര കുട്ടപ്പനായി എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ആക്സിലേറ്റർ കേബിൾ നന്നാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പുറത്തുനിന്ന് കുറേ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ. പുറത്ത് വർക്ക് ഷോപ്പിൽ നിന്നൊക്കെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ, നന്നാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് നെഹദി കുഴിമന്തിയിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല വിശപ്പുണ്ട് കേട്ടോ, കാരണം ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മന്തി കഴിക്കാൻ വേണ്ടി നെഹദി കുഴിമന്തിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാക്കണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ കൈയൊക്കെ കഴുകി ഇതാക്കണ് ടേബിൾമ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവര് വന്ന് ഓർഡറൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ, വിശന്നിരിക്കുകയാണ് ഞാൻ. ഇവിടെ ആണെങ്കിൽ ആൾക്കാർ വളരെ കുറവാണ്, കാരണം സമയം 6 മണിയായിട്ടുള്ളൂ കേട്ടോ. രാത്രിയാണല്ലോ ഫുഡിന്റെ സമയം, ഇതാ സമയമാണല്ലോ. അങ്ങനെ ഞാനൊക്കെ ഇതാക്കണിപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഫുഡ് ഇതാക്കണ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതാക്കണ് അറ്റാക്ക് തുടങ്ങാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഫുഡ് നേരെ പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇപ്പം ഇതാക്കണ് നേരെ ഫുഡ് കൊണ്ടുവന്ന പാത്രം എടുത്തുകൊണ്ട് ഇതാക്കണ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതാക്കണ അൽഫാം നേരെ പാത്രത്തിലേക്ക് മാറ്റി. പിന്നീട് ഇതാക്കണ റൈസ് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ റൈസ് ഫുള്ളായി ഇടുന്നുണ്ട്, കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇടുന്നൊക്കെ കണ്ടാൽ ഫുള്ള് കഴിക്കും, പക്ഷെ നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യം തന്നെ ചിക്കന് നേരെ മുകളിലേക്ക് മാറ്റി. ഇപ്പം ഇതാക്കണ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഇതാക്കണ് നമ്മൾ പാത്രത്തിലേക്കൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മയോണൈസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് മയോണൈസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് നേരെ ചോറും മയോണൈസും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേറെ ആരും നോക്കാനൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ നേരെ ഫുഡ് കഴിക്കൽ തുടങ്ങി. ഇവിടുത്തെ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് റൈസ്. ഇവിടുത്തെ റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി കഴിച്ച് നോക്കുക. അങ്ങനെ ഞാൻ ഇതാക്കണ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഞാൻ മാത്രമുള്ളൂ കേട്ടോ. ഇവിടെ നല്ല വൃത്തിയും അതുപോലെ നല്ല ആംബിയൻസും ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ വീണ്ടും മയോണൈസ് എടുത്തിട്ടുണ്ട്. എനിക്ക് മയോണൈസ് ഇല്ലാതെ മന്തി കഴിക്കാൻ കഴിയില്ല കേട്ടോ. മന്തിക്ക് മയോണൈസ് നല്ല പോലെ വേണം എനിക്ക്. മന്തിക്ക് മയോണൈസ് ഇല്ലാതെ എനിക്ക് ആണ് റെഡി ആവില്ല കേട്ടോ ഫുഡ് കഴിച്ചാൽ. മയോണൈസ് കഴിക്കുന്നത് വളരെ കേടാണെങ്കിലും എനിക്ക് മയോണൈസ് വേണം. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് നേരെ വാഷ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. പൈപ്പൊക്കെ തുറന്ന് ഇതാക്കണ്. ഇപ്പം ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.